പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോകളിൽ എങ്ങനെ ആനിമേഷൻസ് ആഡ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചാണ്. ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള സബ്സ്ക്രൈബ് ആനിമേഷനും ലൈക്ക് ആനിമേഷനും ഒക്കെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോകളിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എങ്ങനെ സബ്സ്ക്രൈബ് ആനിമേഷൻ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം, വീഡിയോ മിസ് ചെയ്യരുത്. ഇതിനു മുമ്പ് ഞാൻ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഐ ബട്ടണിൽ നോക്കുക. ഒപ്പം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. നമുക്കറിയാം പല രീതിയിലുള്ള ആനിമേഷൻസും ഓരോരുത്തരും അവരുടെ വീഡിയോകളിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആനിമേഷൻസ് ഒക്കെ വീഡിയോകൾ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലുള്ള ഏത് ആനിമേഷനും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 3-4 ആനിമേഷൻസിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ആനിമേഷനോ ലൈക്ക് ആനിമേഷനോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരും നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കണും ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാറ് അവസാനം വരെ കാണുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 5000 ലൈക്കാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 16:9 സെലക്ട് ചെയ്യുകയാണ്. യൂട്യൂബിൻ്റെ റേഷ്യോ ആണ്, അത് സെലക്ട് ചെയ്തു. ഗാലറിയിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ സ്ക്രീൻ ആനിമേഷൻ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിതൊന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയൊരു ആനിമേഷനാണ് നമ്മളിവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് സൗണ്ടൊക്കെ ഉണ്ട്, ഞാനിവിടെ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കൊടുക്കണം, രണ്ടാമതായിട്ട് പേര് കൊടുക്കണം, പിന്നെ ആനിമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചാനൽ ഐക്കണിന് വേണ്ടി ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ പോവുകയാണ്. മീഡിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇമേജിൻ്റെ സൈസ് ഒന്ന് കൂട്ടി നമ്മുടെ ആനിമേഷൻ്റെ അതേ സൈസിലേക്ക് കൊണ്ടുവന്നു. അതായത് ആനിമേഷൻ്റെ സൈസ് 0.7 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ആനിമേഷനിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ക്രോപ്പ് ചെയ്യണം. ഞാനിവിടെ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്രോപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാസ്ക് എനേബിൾ ചെയ്ത് ഷേപ്പ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷൻ ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇമേജിൻ്റെ ഷേപ്പ് ഒന്ന് മാറി സർക്കിൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു രീതിയിൽ ഇത് സെറ്റപ്പ് ചെയ്യാണ്. ഇത് വലുതാക്കണേലോ ചെറുതാക്കണേലോ ഒക്കെ തന്നെ ഇവിടെ സാധിക്കും. ഇപ്പം ഇത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ പണിയുന്നില്ല. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മളുടെ ആ ഒരു ഇമേജ് ഐക്കൺ ഇമേജ് ശരിയായിട്ടുണ്ട്. ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. നോക്കുക, പ്ലേ ചെയ്യുന്ന ഇമേജ് വേറെ എവിടെയോ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഇമേജ് സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ വീണ്ടും ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. കാരണം ഈ ആനിമേഷനുള്ളിലാണ് ഇത് വരേണ്ടത്. കറക്റ്റായിട്ട് ഈ ആനിമേഷനുള്ളിൽ ഇമേജ് വരുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. നോക്കുക, ഇമേജ് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇമേജ് അവിടെ ഫിക്സ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. നമുക്ക് ഇതിൽ ഒരു ആനിമേഷൻ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇൻ ആനിമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് അപ്പ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ഇവിടെ ഉണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക, ഫോട്ടോയിൽ നമ്മൾ സ്ലൈഡ് അപ്പ് ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ആനിമേഷൻസ് ഒക്കെ ഇതിൽ കൊടുക്കണം. അതിനായിട്ട് വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുക്കുകയാണ്. ടെക്സ്റ്റിൽ നമ്മൾ ചാനൽ പേര് തന്നെ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ചാനലിൻ്റെ പേര് കൊടുത്തു. ചാനലിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമ്മുടെ ആനിമേഷൻ്റെ ആ ഒരു സൈസിലേക്ക് ഈ ടെക്സ്റ്റും കൊണ്ടുവരണം. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ ആനിമേഷൻ്റെ സൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബ്ലാക്ക് കളറാണ് വേണ്ടത്. ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത് അതിനുശേഷം നമുക്ക് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇഷ്ടം പോലെ ഫോണ്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഞാൻ ഈ കാണുന്ന ഫോണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം അത് സെലക്ട് ചെയ്തിട്ട്
ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങളുടെ കാണാം ഫോണ്ട് ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനിയും ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കുക. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ കാണുമ്പോൾ പറയത്തില്ലേ, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആവശ്യത്തിനുണ്ടാവുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മൊത്തത്തിലൊന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. സംഭവം മനോഹരമായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്ത ടെസ്റ്റിൽ ആനിമേഷൻ ആഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റിൽ ആനിമേഷൻ ആഡ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻ ആനിമേഷനിൽ പോകണം. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ആനിമേഷനാണ്. ഇൻ ആനിമേഷനിൽ പോയിട്ട് ഇവിടെ നമുക്ക് സ്ലൈഡ് അപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ സ്ലൈഡ് അപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് പ്ലേ ചെയ്തു. ഇൻ ആനിമേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ടർ ആനിമേഷൻ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഔട്ടർ ആനിമേഷൻ ഇവിടെ കറക്റ്റായിട്ടല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഔട്ടർ ആനിമേഷനും കറക്റ്റായിട്ട് കൊടുത്തെങ്കിലേ ഈ ഒരു സബ്സ്ക്രൈബർ ആനിമേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഔട്ടർ ആനിമേഷൻ കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇമേജിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഔട്ട് ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈഡ് ഡൗൺ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സ്ലൈഡ് ഡൗൺ ഇവിടെയാണ്. ഇവിടെ സ്ലൈഡ് ഡൗൺ സെലക്ട് ചെയ്യും. സ്ലൈഡ് ഡൗൺ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ആണ്, പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ആ ഒരു ടൈമിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ടെസ്റ്റിലൂടെ ആനിമേഷൻ കൊടുക്കാം. ഞാനിവിടെ സ്ലൈഡ് ഡൗൺ ഔട്ട് ആനിമേഷനിൽ പോയിട്ട് ടെസ്റ്റിലൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഈ ലെയറുകൾ സെലക്ട് ചെയ്തിട്ട് ഔട്ടർ ആനിമേഷനിൽ പോയിട്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണോ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കറക്റ്റാണ്, പെർഫെക്റ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഞാനിവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫുൾ HD ഹൈ റെസൊല്യൂഷനിൽ തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. 26 MB ഉണ്ട് ഇതിൻ്റെ സൈസ്. അഡ്വർടൈസ്മെൻറ്റ് വരാൻ കാരണം ഞാൻ ഫ്രീ വേർഷനാണ് കൈൻമാസ്റ്ററിൻ്റെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാനിത് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതൊരു വീഡിയോയിൽ ആഡ് ചെയ്യണമല്ലോ, അതും നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ നിന്ന് ഇത് പ്ലേ ചെയ്യുകയാണ്. നോക്കുക, നമ്മൾ കൊടുത്ത ആനിമേഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ ഈ രീതിയിലായിരിക്കും വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ആനിമേഷൻ നമ്മൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ലെയറിൽ പോയിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ആനിമേഷൻ ഇമ്പോർട്ട് ചെയ്ത് എവിടെയാണോ ഇത് പ്ലേസ് ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയിൽ ഇവിടെയൊക്കെയാണോ ഈ ആനിമേഷൻ കാണിക്കേണ്ടത് അവിടെയൊക്കെ ഈ സംഭവം കൊണ്ട് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെക്കണം. 0.7 സെക്കൻഡ് മാത്രമേ ഇതിൻ്റെ സൈസുള്ളൂ. 0.7 സെക്കൻഡിൽ ഇത് തീരുകയും ചെയ്യും. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗ്രീൻ സ്ക്രീനിലാണ് ഇത് ചെയ്തേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഗ്രീനാണ്. അപ്പോൾ ഈ ഗ്രീൻ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വീഡിയോയിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് മാറ്റണം ഗ്രീന്. അതിനായിട്ട് ഈ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് വരുന്ന ഓപ്ഷനിൽ നിന്ന് ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗ്രീൻ സ്ക്രീൻ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഗ്രീൻ കളർ മാറി ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആനിമേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ കറക്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നിന്ന് ഇതിൻ്റെ സെറ്റിങ്സ് ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിടത്തേക്ക് ഇത് മാറ്റി വെക്കുക. ഞാൻ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചു. അതിന് ശേഷം പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ടൊരു ആനിമേഷൻ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു പ്രശ്നം ചെറുതായിട്ട് വരുന്നത് നിങ്ങളുടെ കാണാൻ സാധിക്കും. സ്ക്രീനിൽ കൈൻമാസ്റ്ററിൻ്റെ ഒരു ലോഗോ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഫ്രീ വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ലോഗോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ലോഗോ ഇല്ലെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സംഭവം വരിക.
അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു ആനിമേഷൻ എടുത്തും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 3-4 ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്തിട്ട് ഈ കാണിച്ച രീതിയിൽ തന്നെ റൈറ്റും ലെഫ്റ്റിലേക്കൊക്കെയുള്ള സ്ലൈഡ് മാറ്റി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആനിമേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആനിമേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഡിറ്റിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതേപോലെയുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.